ണ്ടോ അതായിട്ട് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രാവിലെ തന്നെ നമ്മുടെ കിച്ചണിൽ കയറിയിരിക്കണം കേട്ടോ. പിന്നെ ഇന്നലെ എനിക്കൊരു പ്രാന്ത് കയറിയിട്ട് ആ ഒരു ചെടിച്ചട്ടിയിൽ പൂക്കളൊക്കെ നിറച്ച് വെച്ചത് ഇപ്പോഴും അത് വാടാതെ അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ആദ്യം മുതൽ വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയുണ്ടാവും. ഷെഡിൽ അതിനൊന്നും ചിലപ്പോൾ കാടി വരാനൊക്കെ പോകുമ്പോൾ ഒരു പൂ കിട്ടിയാൽ അതൊക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ കുളത്തിയൊക്കെ വെക്കലുണ്ട്. പൂക്കള് ചെടികളൊക്കെ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സാധനമാണല്ലേ. അപ്പം ഞാനും അങ്ങനെ അതിലൊക്കെ ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തുന്ന ആളാണ് കേട്ടോ. പിന്നെ ഞാൻ മുമ്പ് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടേനി ഈ ഡ്രസ്സ് എവിടുന്നാണ് വാങ്ങിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഞാൻ ആൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ടേനി അത് മാക്സി ബിറ്റ് എടുത്ത് അടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മീഷോന്നോ ഫ്ലിപ്പിന്നോ എവിടുന്നേലാണെങ്കിൽ ലിങ്ക് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടേനി കേട്ടോ. അത് ഞാൻ മീഷോന്നും ഫ്ലിപ്പിന്നും ഒന്നും അല്ലട്ടോ വാങ്ങിയത്. എനിക്ക് ചെറിയനാക്ക് ഇമ്മ എടുത്തു തന്നൊരു മാക്സി ബിറ്റ് ചെയ്യുന്നു കേട്ടോ. അത് ഞാൻ ചുരിദാറാക്കിയിട്ട് അടിച്ചതേനി കേട്ടോ അന്ന്. അങ്ങനെ അയലോക്കത്തെ താത്താനെ കൊണ്ട് അടുപ്പിച്ച ഒരു ചുരിദാറാണത്. മാക്സി ബിറ്റ് ആണത് ശരിക്ക്. പക്ഷെ എനിക്ക് ചുമപ്പ് പാൻറ് എടുത്തില്ലേനി കേട്ടോ. ഞാൻ പിന്നെ 100 റുപ്യക്കോ 120 രൂപക്കോ പറ്റിയ മറ്റേ പലോസോപ്പേൻ്റെ വാങ്ങാൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചതേനി കേട്ടോ. പിന്നെ അതിൽ ഇട്ട ഷാൾ നിങ്ങൾ ചോദിക്കരുത് കേട്ടോ. ഷോള് ഒരു 5-6 വർഷം പഴക്കമുള്ള ഒരു ഷാളാണ് കേട്ടോ. കണ്ടാ പറയില്ലല്ലോ. ജോർജറ്റിന്റെ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഷാളൊന്നും അങ്ങനെ പെട്ടെന്ന് കേട്ടില്ലല്ലോ. നല്ല കട്ടിങ് തലയിൽ നിൽക്കൂല, അത് വേറൊരു കാര്യം കേട്ടോ. തലയിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കൊഞ്ഞാടും. അങ്ങനത്തെ ടൈപ്പാണ്, കോട്ടൺ അല്ല. അതുകൊണ്ടാണ് അത് അത്രയും കാലം നിന്നത് കേട്ടോ. അപ്പൊ ഇത് വേറൊരു ചുരിദാറൊക്കെയുള്ള ഷാളാണ് കേട്ടോ. ആ ചുരിദാറൊക്കെ കീറി പറഞ്ഞു പോയി. 5 വർഷം മുമ്പേറ്റ് മൂത്തച്ഛന്റെ മോളെ കല്യാണത്തിനായിട്ട് എടുത്ത ചുരിദാറായിരുന്നു കേട്ടോ. പക്ഷെ അതിന്റെ ഷോള് ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല ഇനി. അപ്പൊ അതെങ്ങനെ മടക്കി പാത്തിച്ച് എങ്ങനെ കൊണ്ടുവരുന്നത് ഇനി കേട്ടോ. ആ ഷോളാണ് ഇപ്പൊ ഇടല്. പിന്നെ നമ്മൾ ഇന്നലത്തെ ബക്കറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ മഴയത്ത് വെച്ചിട്ട് പിന്നെ അത് കഴുകിയിട്ട് തന്നെ അല്ല കേട്ടോ. അതത് അവിടെ മഴയത്ത് വെള്ളമൊക്കെ നിറഞ്ഞിട്ട് വെക്കണേ. ഇന്നലെ ഞാൻ പൂവൊക്കെ വെച്ചതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഒക്കെ കയറിയിട്ടാണ് തോന്നുന്നുണ്ട് നീയക്കുട്ടി രാവിലെ പോയിട്ട് പൂവൊക്കെ പറിച്ചുകൊണ്ടെന്ന് ഈ പൂവൊക്കെ മാറ്റിയിട്ട് ഇന്ന് ഇന്റെ വകയാണ് പൂ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് അത് കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. ശരിക്കും ഞാൻ ഇന്നലെ ഇത് അലങ്കരിക്കാന്നൊന്ന് വിചാരിച്ചിട്ട് ചെയ്തോന്നല്ലേ. നീയക്കുട്ടി തലേന്ന് ഇങ്ങനെ പൂവും പറിച്ച് നടക്കണുണ്ടപ്പോൾ ഞാൻ ഇന്നലെ ഒഴിവുണ്ടായപ്പോൾ ഞാൻ കുറച്ച് പൂവൊക്കെ പറിച്ച് രാവിലെ അവൾക്ക് അത്തപ്പൂ ഇടാൻ സ്കൂളിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ച് പറിച്ചതേനി കേട്ടോ. അതങ്ങനെ ഞാനങ്ങനെ ചെടിച്ചട്ടിയിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇന്നിപ്പോൾ ഇതാ ഓള വകയും ഡെക്കറേഷൻ ചെയ്തിരിക്കണേ. അങ്ങനെ ആ കലാപരിപാടി കഴിഞ്ഞപ്പോൾ ഇവിടെ വേറൊരു കലാപരിപാടി ഉണ്ട് കേട്ടോ. ഇതെന്താണ്, വാട്ടർ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് അത് മൈക്കാക്കിയിട്ട് കുട്ടീൻ്റെ കയ്യിൽ കൊടുത്തിക്കാണ് കേട്ടോ. അത് ഫ്രീസ് ചെയ്തിക്കാണ്ട് ഓല ആ ബലൂണ് പൊട്ടിച്ചെടുത്തിക്കാണ് കേട്ടോ. ഓരോരോ തുറപ്പം പരിപാടി. എനിക്ക് ഇരട്ടി പണിയൊക്കെ ഉണ്ടാക്കി തരാനല്ലേ എല്ലാ വക പണികളും ഓല കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ ഓല മദ്രസക്കൊക്കെ പറഞ്ഞേക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ പായും തലയിലകളൊക്കെ ഒന്ന് മടക്കിയെടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് ട്രിപ്പിൾ പണിയാവും. കാരണം മറ്റവന് വെള്ളം കൊണ്ട് നടക്കുന്നുണ്ടില്ലേ, അതൊക്കെ ആകെ ഒലിപ്പിച്ചുവല്ലോ. അങ്ങനെ ഓല മദ്രസക്കൊക്കെ പറഞ്ഞയച്ച് ഞാനും എൻ്റെ സിനിമോനും കുറച്ച് സമയം പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കുഞ്ഞുട്ടീൻ്റെ റെയിൻ കോട്ടൊക്കെ അവിടെ വലിച്ചിട്ടിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി തോരട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് മഴയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ. ഇപ്പൊ 2 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. ഇന്നും രാവിലെ തൊട്ട് മഴ തന്നെയാണ് കേട്ടോ. അപ്പൊ മഴക്കാഴ്ചയൊക്കെ കുറച്ച് സമയം ആസ്വദിച്ചു കേട്ടോ. കുറേ സമയം ആസ്വദിക്കാൻ നിന്നാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ നേരം വൈകും. അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് അരിയൊക്കെ ഒന്ന് ഇട്ടെടുക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ അടുക്ക് സെനിക്കുട്ടൻ ഇതാ ഒരിത്തിരി വെള്ളം ചോദിച്ച് വന്നിക്കണേ, കുപ്പിയിൽ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ എനിക്കുള്ള അടുത്ത പണി ഇതാ ഇവിടെ റെഡി കൂടിയിട്ടുണ്ട്. ഈ 4 ബോക്സിൽ ഞാൻ 4 വിധം സാധനങ്ങളൊക്കെ ഇട്ടിച്ചിട്ടില്ലേനോ. ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതാ ഇതൊക്കെ ഇവിടെ വലിച്ചിട്ടിട്ട് ഒന്നാക്കിയിരിക്കണേ. ഇനി ഇത് വേർതിരിച്ച്
വീണ്ടും ഇതുപോലെ എടുത്തേക്കണം. പണി വരുന്ന വഴി അറിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഒന്നിന് കഴിയുമ്പോഴത്തേന് വേറെ ഒന്നും ഇങ്ങോട്ട് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ ഞാന് പുറത്തിറങ്ങിയതാണ് കേട്ടോ നമ്മളെ ബക്കറ്റ് കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷെ പെരും മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണേൽ പിന്നെ ഞാൻ അകത്ത് തന്നെ കയറി പോന്നു കേട്ടോ. എനിക്ക് തോന്നി ഇപ്പൊ വെറുതെ മഴ ഉണ്ടെങ്കിൽ ഞാൻ മഴ കൊള്ളാൻ ഇറങ്ങിയ പിന്നെ സെനിമോൻ എൻ്റെ കൂടെ ഇറങ്ങി. അതാണ് ഇപ്പൊ വിഷയം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാലും പുറത്തത്തെ ക്ലീനിങ് ഒക്കെ അവിടെ നിൽക്കട്ടെ, അകത്തൊന്ന് കുറച്ച് ക്ലീനിങ് അല്ല, ഒന്ന് ഓർഗനൈസ് ചെയ്തേക്കാം. നമ്മുടെ വാർഡ്രോബ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാലോ. വാർഡ്രോബ് എന്നൊന്നും പറയുന്നിട്ട് ആരും ചിരിക്കണ്ട. ഇതും വാർഡ്രോബ് തന്നെയാണല്ലോ അല്ലേ. അപ്പൊ ഇതൊക്കെ ഒന്ന് മടക്കി ഒന്ന് വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ കുഞ്ഞുട്ടി മക്കളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ വലിച്ചിടുന്ന ആൾക്കാർ. ഇതാ കുഞ്ഞുട്ടീൻ്റെ ഡ്രസ്സൊക്കെയാണ് ഈ വലിച്ച് ആകെ അലമ്പാക്കിയിട്ടിരിക്കണം കേട്ടോ. എൻ്റെത് പിന്നെ ഞാൻ അധികം ഇങ്ങോട്ട് ഞാൻ തന്നെ മടക്കി വെക്കേണ്ടത് കൊണ്ട് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് വലിച്ചിടൂലല്ലോ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വൃത്തിയും വെടുപ്പൊക്കെ ആക്കി വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇന്ന് ഈ ഉടുപ്പ് കിട്ടിയത്. ഈ ഉടുപ്പ് ഒരു 4-5 വർഷമായി കാണും എൻ്റെ കൂടെ കൂടിയിട്ട് കേട്ടോ. ഇത് കുട്ടിക്ക് 2 വയസ്സായിട്ട് ആയ സമയത്ത് മുട്ടായി തെരുവ് പോയപ്പോൾ വാങ്ങിച്ചത് കേട്ടോ. ഇതും ഇതിൻ്റെ കൂടെ വേറൊരു ഉടുപ്പും കൂടി. അപ്പം നിയമോക്കും അഫിമോക്കും ഒരേപോലത്തെ ഉടുപ്പ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതിനെ. പക്ഷേ വന്ന് നോക്കുമ്പോൾ ഈ ഉടുപ്പ് ആർക്കും പാകല്ല. നിയമോക്ക് വേറെ 2 വാങ്ങിയതാണില്ലേ, അതിൽ ഒന്ന് വലുത് നിയമോക്ക് പാകമായി. അപ്പൊ പിന്നെ അപ്പമ്മക്ക് കൊടുക്കാൻ ഉടുപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഉടുപ്പ് കൊണ്ടേ കൊടുക്കാൻ ഇപ്പൊ മുട്ടായി തെരുവൊക്കെ പോക്ക് നടക്കൂലല്ലോ. പിന്നെ ഈ ഉടുപ്പ് ഞാനിവിടെ ഇങ്ങനെ വെച്ചതേനി കേട്ടോ. ഇനിയിപ്പോ നമ്മളെ കുടുംബത്തിൽ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ കൊണ്ടേ കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഇന്നേ വരെ പിന്നെ ഒരു പെൺകുട്ടിയൊന്നും നമ്മളെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. ഉള്ളതൊക്കെ ആൺകുട്ടികളായിന് കേട്ടോ. പിന്നെ ഈ കവറിലുള്ളത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചത്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് വൃത്തിയാക്കി മടക്കി ഒക്കെ വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അടുത്ത റൂമിലേക്ക് വന്നിരിക്കണം കേട്ടോ. ഈ റൂമിൻ്റെ ഉള്ളിലാണ് നിയമോളതും മജുവിൻ്റെതൊക്കെ സ്കൂൾക്കൊക്കെ ഇടുന്നതും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കൽ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചു. ഷെഡിലതിനൊന്നേ തികയണില്ലേനു സ്ഥലം. പക്ഷെ ഇവിടെ ആയപ്പോൾ സ്ഥലം ഓവറായ പോലെ ഉണ്ടോ. ഇനിയിപ്പോൾ വലിയതൊക്കെ ആയി വരുമ്പോൾ പിന്നെ തികയാതെ ആയി വരും. ഇപ്പോൾ ഇങ്ങനെ പിന്നെ പോലെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വേറെ അപ്പുറത്തെ റൂമിൽ തന്നെയാണ് കേട്ടോ. ആ കൊട്ടിയിലും വട്ടികളിലൊക്കെയാണ് കേട്ടോ. കാരണം വീട്ടിലിടുന്ന ഡ്രസ്സ് എപ്പോഴും വലിച്ചിട്ട് കൊണ്ടാണ്. അപ്പോൾ പിന്നെ അതൊരു കൊട്ടിയിലൊക്കെ ആവണതാണ് എനിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഡെയിലി മടക്കി വെക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ്. നിയക്കുട്ടിൻ്റെ ഈ വക പൊന്തക്കാടുകൾ മടക്കി വെക്കാനായിന് കേട്ടോ. ഷെഡിൽ അതിനൊന്ന് ഞാൻ ഏറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചാലും മോളിത് വലിച്ചിടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് ഇതൊക്കെ കബോർഡ് വർക്കൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ തൂക്കിയിടാനുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കണം. അതിനുള്ള സ്പേസൊക്കെ ഇട്ടിക്കണേ. അപ്പം പിന്നെ നമ്മുടെ അസിസ്റ്റൻ്റ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് ഈ കയ്യിൽ പിടിച്ച് മടക്കലാണ് കേട്ടോ എനിക്ക് ഈസി ആയിട്ട് തോന്നല്. ഇങ്ങനെ വെച്ചുകാണ്ട് മടക്കൽ ഭയങ്കര ഒരു ഇടങ്ങേറാണ്. എൻ്റെ കുടിയിലുണ്ടല്ലോ എൻ്റെ അമ്മമ്മയൊക്കെ എങ്ങനെ ചെയ്യാച്ചെങ്കിൽ കട്ടിൽമേലോ എവിടെയെങ്കിലുമൊക്കെ നേർത്തി മേശമേലൊക്കെ നേർത്തി വെച്ച് എല്ലാം റെഡി ആക്കിയിട്ട് ഇങ്ങനെ മടക്കി എടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ അത് തേക്കേണ്ട ആവശ്യം കൂടി വരില്ല. അത്രക്കൂനും ആ ചുളിവൊക്കെ നീർത്തി നല്ല മട്ടത്തിന് മടക്കി വെക്കും കേട്ടോ. ആ വക കൈവൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എല്ലാം എളുപ്പപ്പണിയാണ്, പെട്ടെന്ന് തീരണം. കുറേ സമയമൊന്നും ഒന്നുപോലും മെനക്കെടാനാവില്ല. ഇത് സെനക്കൂട്ടൻ്റെ കൊട്ടയാണ് കേട്ടോ. അത് അന്ന് നമ്മൾ ഷെഡിൽ അതിനൊന്ന് അങ്ങനെ വാങ്ങിച്ചതേനി കേട്ടോ അവന്. അപ്പം ഇതിലിപ്പോൾ എൻ്റെ പുതിയ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇട്ട് വെക്കണത്. നല്ല അടിപൊളിയൊരു ക്വാളിറ്റി ഉള്ളൊരു കൊട്ടയാണ് കേട്ടോ. അപ്പം ഇതുവരെ പൊട്ടിയിട്ടും ഒന്നുമില്ല. അപ്പോൾ ഇത് മീഷോന്നായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ തരാം കേട്ടോ. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇതൊക്കെ ഇനിയിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് അയക്കണമെന്നും പറയാൻ പറ്റില്ല കേട്ടോ. 2 വർഷം മുന്നുള്ളതല്ലേ. ഞാൻ സെനിമോൻ്റെ ഡെലിവറി ഒക്കെ ആവണതിന് മുന്നേ തന്നെ 7-ാം മാസമോ കായപ്പോൾ തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഉണ്ടോയെന്നറിയില്ല. നല്ല ക്വാളിറ്റിയിലെ കൊട്ടയാണ്. നല്ല വിലയുണ്ടായിന് കേട്ടോ. 800 വില ആയിണെന്ന്. പിന്നെ ഡെയിലി വീഡിയോ ഇടൂ എന്ന് പലരും ഇങ്ങനെ പറയലുണ്ട്. ഇപ്പോൾ ഒന്നാമത് ഡെയിലി വീഡിയോ ഇടാത്തത് എനിക്ക് ഒന്നാമത് സമയം കിട്ടൂല. പിന്നെ ഡെയിലി വീഡിയോ ഇട്ട
ഒന്നരാടം ഇട്ടിട്ട് തന്നെ വ്യൂ ഇല്ല. അപ്പൊ പിന്നെ ഡെയിലി വീഡിയോ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ ആവർത്തന വിരസത വരുന്നോണ്ട് ആളുകൾക്ക് പലർക്കും കാണാൻ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ഡെയിലി ഇങ്ങനെ വന്ന കണ്ടന്റുകൾ തന്നെയല്ലേ വീണ്ടും വരാനുള്ളൂ. ഞമ്മള് പുറത്തു പോയിട്ടോ അങ്ങനെ ഇങ്ങനെ ഒന്നായിട്ടില്ലല്ലോ. എന്നും ഈ ഡെയിലി അടിക്കല് തുടക്കല് കുക്കിങ് ആ വകകളല്ലേ. അപ്പൊ പിന്നെ എല്ലാവർക്കും മടുപ്പ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഓർഗനൈസിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ ഞാൻ 4 മണിയൊക്കെ ആകാൻ നിന്നപ്പോഴേ പാസ്ത വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വൈറ്റ് സോസ് റൈസ് റെഡ് സോസ് പാസ്ത എന്നല്ല കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. വേറൊരു സംഗതി ചിലപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെ ഈ കാരം. പക്ഷെ ഞാൻ ഇതൊരു ഭാഗ്യ പരീക്ഷണം പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഇവിടെ പാസ്ത ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ അകാരോൻ്റെ പാത്രം തന്നെ വേണം. വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അകാരോൻ്റെ പാത്രം എടുത്തത് അതിക്ക് നമ്മൾ പാസ്ത ഇട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് തളിച്ചിട്ടൊക്കെ പാസ്ത ഇട്ടാലൊക്കെ മതി. ചില സമയത്ത് ഇങ്ങനെ ഒരു മടിപ്പണി എളുപ്പപ്പണിയൊക്കെ നോക്കുന്നതാണ്. അപ്പോൾ പാസ്ത ഇട്ടു, വെള്ളം ഒഴിച്ചു, പിന്നെ കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. പാസ്ത ഒന്ന് നല്ലോണം വെന്ത് വരട്ടെ. അപ്പം പാസ്ത വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറേ അധികം പച്ചക്കറികളും കാര്യങ്ങളൊന്നും റെഡിയാക്കാനില്ല. അപ്പം ഞാൻ മറ്റേ പാത്രം എടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു പാസ്ത സാൻഡ്വിച്ച് എന്നൊക്കെ പറയാൻ പറ്റുമോ? ആ, ഏകദേശം അതിൻ്റെ അയലക്കത്ത് കൂടെ ഒക്കെ ഒന്ന് കൊണ്ടുപോയി പോരാം, അത്ര തന്നെ. അങ്ങനെ ഉള്ളൊരു സാധനം കേട്ടോ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് ശരിയാവില്ലേ, കാരണം ഇങ്ങനെ വിചാരിച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ അടിപൊളിനെ. അപ്പോൾ ഞാൻ കുറച്ച് സവോള, ഒരു തീ ക്യാപ്സിക്കം, തക്കാളി, പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ പാസ്ത റെഡിയായി ആണ് ഞാൻ ഊറ്റി വെച്ചിരിക്കണേ. അടുത്തത് നമ്മൾ ഒരിത്തിരി നെയ്യ് പാനൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ തുള്ളി കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഓൾക്ക് കുറച്ച് നെയ്യും ബട്ടറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കുന്നതാണ്. ഒരു മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ഉപ്പും കുരുമുളകും മാത്രം ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. ഞാൻ എന്നാൽ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും. അപ്പം മധുരം രസം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഓവർ മധുരം ഇതാക്കരുത്, ഒരു മധുരം അങ്ങനെ. ഇന്നിപ്പോൾ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തത്. ഒരുപാട് കുരുമുളകൊന്നും ചേർത്തിട്ടില്ല, മക്കൾക്ക് ചിലപ്പോൾ അതിഷ്ടാവില്ല വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് മാത്രം ചേർത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല, വെറും ആ ഒരു പച്ച ബ്രെഡും ആക്കി കൊടുത്താലും മതി. പക്ഷെ ഒരിത്തിരി കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ഉണ്ടാക്കുമ്പോൾ ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ. ഉണ്ടാക്കുമ്പോൾ ആ ഒരു മട്ടത്തിന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. മക്കൾക്കാണെങ്കിൽ ഇഷ്ടമാണേനും. അപ്പം ഞാൻ ആ പാനൻ്റെ എടുത്തേക്കാണ് കേട്ടോ. ഇനി വേറൊരു പാത്രം അതിന് അയച്ച് നിരത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പാനയ്ക്ക് ഞാൻ സവോള കുറച്ച് കൂടുതലായി പോയി എന്നൊരു തോന്നലുണ്ടേന് കേട്ടോ. ഭയങ്കര കടിച്ചല്ലേ ഇനി സവോള ഒരു ഇത്തിരി ചേർത്താൽ മതി എന്നൊന്നും പിന്നെ തോന്നിയിട്ടോ. സവോളയും ക്യാപ്സിക്കം തക്കാളിയും പിന്നെ ഞാൻ പറഞ്ഞ ചിക്കൻ പീസുകളും ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഉള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. അപ്പം പിന്നെ ഞാനേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയോണൈസാണ്. ഈയിടെയായിട്ട് എന്താണാവോ എൻ്റെ മയോണൈസ് വിചാരിച്ച മാതിരി ഇങ്ങനെ സെറ്റായി വരലില്ല കേട്ടോ. ലൂസായിട്ടാണ് വരല്. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത സമയത്താണ് നീക്കിപ്പോൾ പാസ്ത ചേർത്തില്ലല്ലോ എന്ന് ഓർമ്മയായത്. അപ്പോൾ ഞാൻ വേഗം കൊണ്ടുവന്ന് പാസ്തയും ചേർത്ത് കേട്ടോ. ഇനി പാസ്തയും ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ബാക്കി മയോണൈസ് ഞാൻ പിന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് മിക്സ് ആക്കി എടുത്തപ്പോൾ നമ്മുടെ എന്തായി, വൈറ്റ് സോസ് പാസ്ത റെഡി ആയില്ലേ. അപ്പോൾ ഇത് ഇനി നമുക്ക് ഇങ്ങനെയല്ല കഴിക്കണത്. നമ്മൾ ആ ബ്രെഡ് ശരിയാക്കി വെച്ചില്ലേ, ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരിത്തിരി മയോണൈസ് ഇതാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറിയ ഉറുപ്പ്യനെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതാണെങ്കിലോ അതിലും വലിയ ലൂസ് ആപ്ലിക്കേഷനിന്. പിന്നെ ഞാനത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച പാസ്തയും പച്ചക്കറികളും മയോണൈസും ഒക്കെ മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ എന്താ ഇനിയിപ്പോൾ സവോളയും തക്കാളിയൊക്കെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുമ്പൊരു ദിവസം ഞാനിങ്ങനെ സാൻഡ്വിച്ചിൻ്റെ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കുട്ടിയൊക്കെ ആ മയോണൈസിൽ ഇങ്ങനെ സവോളയും ഇതൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് കഴിക്കണതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ ഇനി മറ്റേ ബ്രെഡും ആണെങ്കിൽ മയോണൈസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് എന്താ ഇതേപോലെ സെറ്റാക്കി എടുക്കുക. അപ്പം അങ്ങനെ എന്തായി, നമ്മുടെ പാസ്ത സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടോ. ഇതിന് പാസ്ത സാൻഡ്വിച്ച് തന്നെയാണോ പറയാ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാനങ്ങോട്ട് പറഞ്ഞതാണേ.
പിന്നെ ഞാൻ ആയ പാടന്നെ ഒന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ടേനി കേട്ടോ. ഇത് ടേസ്റ്റ് ഉണ്ടാകുമോ എന്നൊരു ഇതുണ്ടേനി എനിക്ക്. ഇനിയിപ്പോൾ പാസ്ത ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും ടേസ്റ്റ് ആണോ വരിക എന്നൊക്കെ ഒരു ഇതുണ്ടേനി. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലേനി കേട്ടോ. നല്ല അടിപൊളിയേനി. കുട്ടികൾക്കും ഇഷ്ടമായിട്ടുണ്ടേനി. പാസ്ത അങ്ങനെ പാസ്ത ഇങ്ങനെ വേറെ ആയിട്ട് കടിക്കുക അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ളി കുറച്ച് കൂടുതലായോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടേനി കേട്ടോ. കടിച്ച സമയത്ത് ഉള്ളി തന്നെ കുറേ ഇങ്ങനെ കടിച്ചാൽ കിട്ടിയ പോലെ ഉണ്ടേനി കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ ഇനി. അപ്പോൾ അതാ അങ്ങനെയൊക്കെയും ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ. നമ്മളെ കുക്കിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും കാണാം. അസ്സാം വലൈക്കും. ബൈ ബൈ.